തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ വിശ്വാസം അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയെയും വിശ്വാസത്തെയും ഉപമിച്ചത് ഒരു പാമ്പിനോടാണ്, ഒരു പാമ്പിന്റെ മാളത്തോടാണ്. ആ ഉപമക്ക് അർത്ഥങ്ങളുണ്ടോ? ആ ഉപമ കൊണ്ട് വല്ല ഉദ്ദേശങ്ങളുമുണ്ടോ? വലിയ 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 ചിന്താ നിമഗ്നന്മാരായ ആളുകൾ അത് വളരെ വ്യക്തമായി കോറി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പിനെ തന്നെ നമുക്ക് ആദ്യമായി നമുക്ക് എടുക്കാം. പാമ്പ് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ജീവിയല്ല, ഒരു അത്ഭുതകരമായ ഒരു ജീവിയാണ്. ജീവിക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവ് എന്താണെന്നറിയോ? ആ ജീവി ഏതെങ്കിലും ഒരു വസ്തുവിനെ വിഴുങ്ങിയാൽ അതിന്റെ എല്ലടക്കം ശരീരത്തിന്റെ അകത്ത് കിടന്നിട്ട് അതിനെ ശരിയാക്കുവാനും അതിനെ ദഹിപ്പിക്കുവാനുമുള്ള അപാരമായ കഴിവ് കൊടുത്ത ഒരു ജീവിയാണ്. ചില ആളിനെ ഉദാഹരിച്ചത് സ്വാഭാവികമായ ആശ്ചര്യമാണ്. പഠിക്കുമ്പോഴാണ് അതിനെ കുറിച്ച് മനസ്സിലാകുന്നത്. ഒരു വലിയ ജീവിയാണ് ഈ പാമ്പ്. ഏത് വലിയ പ്രതലത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു അപാരമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിക്ക് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ആ ജീവിയുടെ ഒരു പ്രത്യേകത അറിയോ നിങ്ങളെ? സുബ്ഹാനല്ലാഹ്, അതിന് ശക്തമായ പേശികൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. കൈകളില്ല, കാലുകളില്ല, എങ്കിലും അത് ഭൂമിയിലൂടെ എളുപ്പത്തിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിനെത്താൻ കഴിയുന്നതാണ്. ഇരയുടെ അസ്ഥികളെ തകർക്കാൻ കഴിയുന്നത്ര അതിശക്തമായ സമ്മർദ്ദം ചെലുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാമ്പിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണോ? അല്ല, വളരെ വലിയ ഒരു വിഷയം അവിടെയുണ്ട്. വേറെ ഒരു ജീവികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത. അത് എന്താണെന്നറിയോ? വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വിശ്വാസത്തെയാണല്ലോ പാമ്പുമായി മുത്തായ തങ്ങൾ ഉപമിച്ചത്. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട എല്ലാവരും വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പറയട്ടെ, നിങ്ങളുടെ ഭാഷയിൽ ഞാൻ സംസാരിക്കുകയാണ്. കൃത്യമായി മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ. ഒരു പാതെ ആ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അത് ക്ഷമയാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ പകുതിയാണല്ലോ ക്ഷമ. ആ ക്ഷമ എത്രമാത്രം വർദ്ധിക്കുന്നുവോ അത്രമാത്രം ഈമാനിന്റെ മാധുര്യം ഉണ്ടാകുന്നതാണ്. ഈമാനിന്റെ പകുതിയാണ് ക്ഷമ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എടുത്തു ചാടുകയല്ല വേണ്ടത്. പെട്ടെന്ന് എന്തെങ്കിലും എടുത്തു ചാടി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ അറിയാതെ ദേഷ്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. ക്ഷമിക്കാനുള്ള നല്ല ആർജവവും നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്ഷമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. കുടുംബപരമായി പറയാനുണ്ട്, മക്കളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, അതുപോലെ തന്നെ വീടിലെ സാഹചര്യങ്ങളുമായി പൊതുസമൂഹവുമായി നമ്മൾ ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ക്ഷമ ഈമാനിന്റെ വലിയ ഒരു ഘടകമാണ്. എന്നാൽ ആ ക്ഷമ ഏറ്റവും കൂടുതൽ വേണ്ട വിഷയം ഏതാണെന്നറിയോ? അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ്. അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ്. ആ വിഷയത്തിൽ ക്ഷമയുണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ ക്ഷമാശീലനായ ഒരാൾ മാറുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ഉപവാസം, വലിയ ഒരു നോമ്പ് മുഅ്മിനീങ്ങളുടെ മേൽ നിർബന്ധമാക്കിയത്. ആ പരിശുദ്ധമായ റമദാനിലെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ക്ഷമയുണ്ടല്ലോ, അത് വല്ലാത്ത ക്ഷമയാണ്. ആ ക്ഷമ ഏത് അളവുകൾ കൊണ്ടാണ് നമ്മൾ അളക്കുക? അല്ലാഹു ധാരാളം ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് തരട്ടെ. 100 കൂട്ടം ഫോൺ കോളുകളാണ് എനിക്ക് വരുന്നത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാണ്. പറയുന്നവരോടെല്ലാം ഒരു കാര്യം ഈ മദനീയം പരിപാടിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ക്ഷമ വേണേ മുഅ്മിനീങ്ങളെ.
പരീക്ഷണങ്ങൾ വരുമ്പോ ഈമാനികമായ വജ്രായുധം കൊണ്ട് അതേ നമ്മുടെ ഈമാനിനെ പുഷ്ടിപ്പെടുത്തുവാനും ആ വലിയ പ്രതിസന്ധിയിൽ ക്ഷമിക്കാനുമുള്ള അപാരമായ ഈമാനികമായ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ഷമയുടെ ഏറ്റവും വലിയ അവസ്ഥ അവൻ മനസ്സിലാക്കേണ്ടത് അവന്റെ വിശപ്പിന്റെ വേളയിലാണ്, ഭക്ഷണം കിട്ടാത്ത സമയങ്ങളിലാണ്. അത് ലോകത്തെ അനുഭവിപ്പിക്കാനും ആ ഭക്ഷണം കിട്ടാതെ വിശന്ന് കഴിയുമ്പോഴുള്ള ഒരു മനുഷ്യന്റെ മാനസികമായ അവസ്ഥയെ പരിപോഷിപ്പിക്കുവാനും നന്നാക്കിയെടുക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നത്. എന്നാൽ ഈ പാമ്പ് എന്ന് പറയുന്ന ജീവിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, പാമ്പ് എന്ന് പറയുന്ന ആ ജീവിക്ക് അല്ലാഹു കൊടുത്ത വലിയ ഒരു കഴിവ് ക്ഷമിക്കാനുള്ള കഴിവാണ്. വിശ്വാസവുമായി ആ പാമ്പിന് ബന്ധമുണ്ട്. പേടിപ്പെടുത്തുന്ന ഒരു പാമ്പാണ് എന്ന് നമ്മൾ പറയാം. നമുക്ക് പാമ്പിനെ പേടിയാണ്. ഒരുപക്ഷെ പാമ്പിനെ കൊല്ലണമെന്ന് വരെ പറയുന്നവരുണ്ടാവാം. അങ്ങനെ പാമ്പിനെ കൊല്ലണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പറയട്ടെ, മദനീയം എന്ന പരിപാടിയിൽ വെച്ച് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പാമ്പ് എന്ന് പറയുന്ന ജീവി വലിയ ക്ഷമയുള്ള ജീവിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹു അതിന് കൊടുത്ത ഒരു കഴിവാണ് പട്ടിണി കിടക്കാനുള്ള ക്ഷമയുടെ കഴിവ്. സുബ്ഹാനല്ലാഹ്, ഒരു പാമ്പിനെ അതിന് ക്ഷമിക്കാനുള്ള അല്ലാഹു കഴിവ് കൊടുത്തു. എത്ര കാലപരിധി വരെ എന്നറിയോ? 6 മുതൽ 12 മാസം വരെ ഒരു പാമ്പിന് ഉപവസിക്കാൻ കഴിയുമത്രേ. 6 മാസം മുതൽ 12 മാസം വരെ ഒരു പാമ്പിന് ഭക്ഷണമില്ലാതെ കഴിയാൻ കഴിയും. അതാണ് പാമ്പിന്റെ പ്രത്യേകത. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ പാമ്പിനെ 6 മാസം മുതൽ 12 മാസം വരെ ഭക്ഷണമില്ലാതെ കഴിയാൻ പാമ്പിന് കഴിയും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മൃഗശാലകളിലോ ലബോറട്ടറികളിലോ ചെന്ന് നോക്കിയാൽ ഒരു പാമ്പിനും ആരും ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അല്ലേ? അതിന് സമയത്തിന് ഭക്ഷണം കൊടുക്കാറുണ്ടോ? 3 നേരം ഭക്ഷണം കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദിവസവും ഭക്ഷണം കൊടുക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, കൊടുത്താ കഴിക്കൂലെന്നല്ല, അതിന് അല്ലാഹു കൊടുത്തൊരു കഴിവാണ് ഉപവസിക്കാനുള്ള കഴിവ്, നോമ്പ് നോൽക്കാനുള്ള കഴിവ്. പച്ച ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നോമ്പ് നോക്കാനുള്ള കഴിവ്, അഥവാ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് 6 മാസം മുതൽ 12 മാസം വരെ ഈ ജീവിക്ക് നിൽക്കാൻ കഴിയുമത്രേ. ആ പാമ്പിനെയാണ് വിശ്വാസവുമായി ഉപമിച്ചു ലോകത്തെ ഏറ്റവും വലിയ വിദഗ്ധനായ എല്ലാ കഴിവും സമ്മേളിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്.